രണ്ടാം ലോക യുദ്ധകാലം. ഫ്രാൻസിലെ നിരത്തുകളിലൂടെ കയ്യിലൊരു തയ്യൽ സൂചിയും തുണിയുമായി സൈക്കിൾ ചവിട്ടി നീങ്ങുന്ന ഒരു യുവതി. കാഴ്ചയിൽ തികച്ചും സാധാരണക്കാരിയായ ഒരു ഫ്രഞ്ച് പെൺകുട്ടി. തയ്യൽ ജോലികൾ ചെയ്ത് ഉപജീവനം നയിക്കുന്ന ഒരു യുവതിയെന്ന് ആരും കരുതും. ഇതിനപ്പുറം യാതൊന്നും നാസികൾ അവളെപ്പറ്റി സംശയിച്ചതേയില്ല. എന്നാൽ അവളുടെ മുടിച്ചുരുളുകളിൽ ഒളിഞ്ഞിരുന്നത് നാസികൾക്കെതിരെയുള്ള യുദ്ധഗതി തന്നെ മാറ്റിമറിക്കാൻ പോന്ന 2000-ഓളമുള്ള അതീവ രഹസ്യങ്ങളായിരുന്നു. ഈ ധീര വനിതയുടെ പേര് ഫില്ലിസ് ലാറ്റൂർ ഡോയിൽ. തയ്യൽക്കാരിയായ ഒരു സാധാരണ ഫ്രഞ്ച് യുവതി ആയിരുന്നില്ല അവൾ. മറിച്ച് ബ്രിട്ടീഷ് സ്പെഷ്യൽ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് എന്ന അതീവ രഹസ്യ സംഘടനയുടെ ഒരു ഏജന്റായിരുന്നു ഫില്ലിസ്. യുദ്ധകാലത്ത് ശത്രുരാജ്യങ്ങളിൽ രഹസ്യ ദൗത്യങ്ങൾക്കായി നിയമിക്കപ്പെട്ട സ്പൈ മാസ്റ്റർമാരുടെ എലൈറ്റ് ഗ്രൂപ്പായിരുന്നു SOE. ജെയിൻ എന്ന കോഡ് നാമത്തിലാണ് അവൾ പ്രവർത്തിച്ചിരുന്നത്. തൻ്റെ കയ്യിലുള്ള ചെറിയ സിൽക്ക് തുണികളിൽ കോഡ് രൂപത്തിൽ അവൾ വിവരങ്ങൾ തുന്നിച്ചേർത്തു. അവളുടെ ദൗത്യം അതിസങ്കീർണം ആയിരുന്നു. ജർമ്മൻ സൈന്യത്തിൻ്റെ വിന്യാസവും അവരുടെ സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളും ഒപ്പം പ്രതിരോധ സംവിധാനങ്ങളും അടക്കമുള്ളവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അവളിൽ ചുമത്തപ്പെട്ട ഉത്തരവാദിത്തം. എന്നാൽ തൻ്റെ അന്വേഷണങ്ങളിൽ നിന്നും കൈവരിച്ച ഈ വിവരങ്ങൾ എങ്ങനെ കൈമാറുമെന്നതായിരുന്നു അവളിൽ ഏറെ വെല്ലുവിളി സൃഷ്ടിച്ചത്. എന്നാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ ഫില്ലിസ് കണ്ടെത്തിയ വഴി അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. തൻ്റെ കയ്യിലുള്ള ചെറിയ സിൽക്ക് തുണികളിൽ സൂചി കൊണ്ട് മോഴ്സ് കോഡിൽ ഈ വിവരങ്ങൾ തുന്നിച്ചേർത്തു. അതെ, ഓരോ തുന്നലും ഓരോ രഹസ്യ സന്ദേശമായിരുന്നു. ജർമ്മൻ സൈനിക നീക്കങ്ങൾ, അവരുടെ ശക്തി കേന്ദ്രങ്ങൾ, വാഹനങ്ങളുടെ എണ്ണം തുടങ്ങിയ അതീവ നിർണായക വിവരങ്ങൾ ഈ തുണ്ടുകളിൽ ഉണ്ടായിരുന്നു. ഈ ചെറിയ സിൽക്ക് തുണികൾ തൻ്റെ തയ്യൽ സൂചികളിൽ ശ്രദ്ധാപൂർവം ചുറ്റി തലമുടിയുടെ ചുരുളുകൾക്കുള്ളിൽ വെച്ച് ഷൂലേസ് ഉപയോഗിച്ച് കെട്ടി ഭദ്രമാക്കിയായിരുന്നു അവൾ നടന്നിരുന്നത്. ഈ തന്ത്രം ആരും തന്നെ സംശയിച്ചുമില്ല. തയ്യൽക്കാരിയാണെന്ന് കരുതി നാസികൾ ഒരു സംശയവും തോന്നിയില്ല. സൈക്കിൾ ചവിട്ടി വിവിധ ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും സഞ്ചരിച്ച് മുടിക്കുള്ളിൽ ഒളിപ്പിച്ച ഈ വിലപ്പെട്ട വിവരങ്ങൾ രഹസ്യമായി സഖ്യസേനയ്ക്ക് കൈമാറുന്ന വിവരങ്ങൾ എൻകോഡ് ചെയ്ത് റേഡിയോ വഴി ലണ്ടനിലേക്ക് അയക്കുകയും ചെയ്തു. രഹസ്യങ്ങൾ ബ്രിട്ടീഷ് US സേനകളുടെ കൈവശമെത്തി. നാസി യുഗത്തിന് അവസാനത്തെ പ്രഹരം ഏൽപ്പിക്കാൻ നടത്തിയ D-Day ലാൻഡിങ്ങിന് ഈ വിവരങ്ങൾ നിർണായകമായി ഭവിച്ചു. സഖ്യകക്ഷികളുടെ ലക്ഷ്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ ഇത് വലിയ സഹായമായി. യുദ്ധം അവസാനിച്ചതിനു ശേഷം ഫില്ലിസ് ലാറ്റൂർ ഡോയിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. പിന്നീട് വിവാഹിതയായ ഫില്ലിസ് ഭർത്താവിനൊപ്പം കെനിയ, ഫിജി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ താമസിച്ചു. ഒടുവിൽ ന്യൂസിലൻഡിൽ സ്ഥിരതാമസമാക്കി. തൻ്റെ കുട്ടികളോട് ഒരിക്കൽ പോലും തൻ്റെ യുദ്ധകാല ജീവിതത്തിലെ ഈ സാഹസിക കഥകൾ ഫില്ലിസ് പറഞ്ഞിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവരുടെ മക്കൾ ഇന്റർനെറ്റിൽ നിന്ന് ഈ കഥകൾ വായിച്ചറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. ഈ ധീരവനിതയുടെ സേവനങ്ങൾ പിന്നീട് ലോകം അംഗീകരിച്ചു. ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഫില്ലിസ് കരസ്ഥമാക്കി. 2021 തൻ്റെ 100-ാം വയസ്സിൽ ഒരു തയ്യൽ സൂചിയും മുടിക്കുള്ളിൽ ഒളിപ്പിച്ച രഹസ്യങ്ങളുമായി രണ്ടാം ലോക യുദ്ധത്തെ മാറ്റിമറിച്ച ഈ വനിത ലോകത്തോട് വിട പറഞ്ഞു. ഇനി മറ്റൊന്ന്, പോളണ്ടിൽ രണ്ടാം ലോക യുദ്ധകാലത്ത് ജൂതർക്ക് അഭയം നൽകിയതിന് നാസി പട്ടാളം വധിച്ച 9 അംഗ കുടുംബത്തെ കത്തോലിക്ക സഭ പിന്നീട് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചിരുന്നു. തെക്കുകിഴക്കൻ പോളണ്ടിലെ മർക്കോവ ഗ്രാമത്തിലെ പള്ളിയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൾ മാർസലോ സെമറാരോയാണ് ഇത് സംബന്ധിച്ച മാർപ്പാപ്പയുടെ കൽപ്പന വായിച്ചത്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു നവജാത ശിശു ഉൾപ്പെടെ ഒരു കുടുംബത്തെ മുഴുവൻ കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവരാക്കിയത്. പോളണ്ട് പ്രസിഡന്റ് ആന്ദ്രേ ഡൂഡ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. 1944 മാർച്ച് 24 രാത്രിയാണ് ജോസഫ് ഉൾമയും കുടുംബവും അവർ അഭയം നൽകിയ 8 ജൂതരും നാസി പട്ടാളത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. കർഷകനും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുമായ 44-കാരനായ ജോസഫ് ഉൾമ, 31 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ വിക്ടോറിയ, 7ഉം 6ഉം വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികൾ സ്റ്റനിസ്ലാവ്, ബാർബറ, 18 മാസം മാത്രം പ്രായമുള്ള മരിയ, 5ഉം 3ഉം 2ഉം വയസ്സുള്ള ആൺമക്കൾ വ്ളാഡിസ്ലാവ്, ഫ്രാൻസിസ്ക്, ആന്റണി എന്നിവരെയും 8 ജൂതരെയുമാണ് നാസികൾ വീട്ടിനുള്ളിൽ കൊലപ്പെടുത്തിയത്.
ഗർഭിണിയായിരുന്ന വിക്ടോറിയ വെടിയേറ്റ് വീണപ്പോൾ പ്രസവിച്ച ശിശുവിനെ വാഴ്ത്തപ്പെട്ടതായി പ്രഖ്യാപിച്ചിരുന്നു. ജൂതർക്ക് അഭയം നൽകിയതിന് ജീവൻ വെടിഞ്ഞ ഇവരെ ഇസ്രായേലിലെ യാദ് വാഷേം ഇൻസ്റ്റിറ്റ്യൂട്ട് 1995 പ്രത്യേക ബഹുമതി നൽകി ആദരിച്ചിരുന്നു. ഉൽമ കുടുംബത്തിന്റെ ചിത്രം അൾത്താരയിൽ വണക്കത്തിനായി കർദിനാൾ സമറാരോ അനാവരണം ചെയ്യുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ട ഉൽമ കുടുംബത്തിന്റെ മധ്യസ്ഥതയിൽ ഒരു അത്ഭുതം തെളിയിക്കപ്പെട്ടാൽ ഇനി ഇവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കും.